Chitralekha, a Dalit woman auto driver, becomes important as a strong vocal narrative representing the plight of Dalits and women who dared to venture into the work domain of the dominant communities in Kannur. Chitralekha's miseries might have started with her marriage to Shrishkant, a higher caste Thiya man from a relatively powerful family. Her next inexcusable act was she chose to drive an auto rickshaw to make a living. In this caste-dominated patriarchal world, all these kept creating stirs. ഒക്ടോബറിലാണ് വണ്ടി മേടിക്കുന്നത്. വണ്ടി മേടിച്ച് പിന്നെ നവംബർ ഡിസംബർ 3 മാസം കഴിഞ്ഞിട്ടാണ് ഇടാട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടുന്നത്. അത് CITUവിൻ്റെ മെമ്പർഷിപ്പ് എടുത്താൽ വണ്ടി ഓടിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞ് 100 രൂപ കൊടുത്ത് CITUവിൻ്റെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് വണ്ടി ഓടിക്കാൻ ആദ്യം ഭർത്താവ് പോയത്. ഭർത്താവ് പോയി പിന്നെ രണ്ട് മാസം വരെ പണിയെടുത്ത് പണിയൊന്നും കിട്ടുന്നില്ല. പണിയില്ല, പണി കുറവാണ്. ഒരു ഫോൺ വന്നാൽ തരുമൊന്നുമില്ല, നീ തന്നെ ഓടിക്കോ, നിൻ്റെ നാട്ടിൽ എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും അവർ തരാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ 2004 മാർച്ച് തൊട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ പറഞ്ഞു, വണ്ടിയും കൊണ്ട് സ്റ്റാൻഡിലേക്ക് പോയത്. പൊളിച്ച് നന്നായി പോയല്ലോ, വണ്ടിയെല്ലാം കൊണ്ടുപോയി വരുത്താമല്ലോ. അത് പറഞ്ഞ് പിന്നെ കുറേ അസഭ്യ രീതിയിൽ തന്നെ വർത്തമാനം പറയുക, പിന്നെ ജാതിപ്പേരിനെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എല്ലാം. പിന്നെ അതിനൊന്നും പ്രതികരിക്കാണ്ട് കേട്ടില്ല ആ ഭാഗത്തിൽ നടന്നു. 2005 ഒക്ടോബറിൽ നവമി പൂജക്ക് CITക്കാരാണ് അവിടെയുള്ള മുഴുവൻ ഓട്ടോക്കാരും. അപ്പോൾ ഈ CITക്കാരാണ് നവമി പൂജക്ക് വേണ്ടിയിട്ട് നമ്പൂരിനെ വിളിച്ചുകൊണ്ടുവന്ന് പൂജക്ക് ഏർപ്പാട് ചെയ്യുന്നത്, വാഹന പൂജക്ക്. ഞാൻ വണ്ടി അവിടെ രാത്രി കൊണ്ടുവച്ചിട്ട് പൂജക്ക് കൊണ്ടുവച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങളിപ്പം വീട്ടിൽ പോയിക്കോ, പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 3 മണി അങ്ങനെ ആവും, അന്നേരം വന്നാൽ മതി, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു, വീട്ടിലേക്ക് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് സുഖമില്ലാണ്ടായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരിക്കൽ വണ്ടി ആശുപത്രിയിൽ പോകണം, വണ്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ പോയി. അപ്പോൾ ഈ അജിത്ത് എന്ന് പറയുന്ന ഒരാളെ വണ്ടി അജിത്തു അവിടെയുണ്ട്. അജിത്ത് എൻ്റെ വണ്ടിയിലാണ് ഉണ്ടായത്. അപ്പോൾ അജിത്ത് എൻ്റെ വണ്ടിയിലുണ്ടായി. അപ്പോൾ പിന്നെ വണ്ടീൻ്റെ അടുത്ത് നിന്ന് ഇവനിങ്ങനെ പമ്മി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ എൻ്റെ വണ്ടീൻ്റെ അടുത്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെയും സംശയം തോന്നിയിട്ട് ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ പോയി നോക്കി. ബാക്കിൽ പോയി നോക്കുമ്പോൾ 2 ഭാഗം ആകൃതിയിൽ ഇങ്ങനെ കീറി, ബ്ലേഡോട് കീറി വെച്ചു. ഞാൻ ചോദിച്ചു, ഇതെന്താ എൻ്റെ വണ്ടി എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നിന്നെയും കീറും, നിൻ്റെ വണ്ടി കീറിയ പോലെ തന്നെ നിന്നെയും കീറും എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആരോടെങ്കിലും പറയണമെങ്കിൽ ആടെ ആരും ഉണ്ടായിട്ടില്ല. വണ്ടി എടുത്ത് വന്ന് ഞാൻ എടുത്ത കുട്ടീനെയും കൂട്ടി ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് എല്ലാവരോടും സംഭവം പറഞ്ഞിട്ട് യൂണിയൻ സെക്രട്ടറിനോട് സംഭവം പറഞ്ഞു. യൂണിയൻ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് അവനോട് ചോദിക്കാനൊന്നും പറ്റൂല, പിന്നെ നീ എന്തെന്നാന്ന് വെച്ചാൽ ചെയ്തോന്നു. അങ്ങനെ ഉച്ചവരെ ഒരു 12:30-1 മണി വരെ ഈ യൂണിയൻ സെക്രട്ടറിൻ്റെ പുറകെ തന്നെ നമ്മൾ നടന്നു. ഇതിനെന്തെങ്കിലും നിങ്ങൾ തന്നെ പരിഹാരം ഉണ്ടാക്കുക. ഇനിയിപ്പോൾ പിന്നെ ഇവരോട് അറിഞ്ഞില്ല എന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞാലും അവനോട് ചോദിക്കാൻ പറ്റില്ല, നീ നിൻ്റെ കാര്യം നീ എന്തെന്നാന്ന് വെച്ചാൽ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ 2005 ഒക്ടോബർ 11-ാം തീയതി രാത്രിയാണ് സംഭവം. 12-ാം തീയതി പകൽ രാവിലെ തന്നെ 12-ാം തീയതി ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. 14-ാം തീയതി 13-ാം തീയതിയായി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. 14-ാം തീയതി പിന്നെ ഞാൻ അന്ന് പിന്നെ ഓടിയില്ല, 13-ാം തീയതി ഓടിയില്ല, വണ്ടി ഓടിയില്ല.
14-ാം തീയതി വീണ്ടും ഞാൻ ഓടാനായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി. ഓട്ടോ സ്റ്റാൻഡിൽ പോയപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, നിനക്ക് വണ്ടി ഓടാൻ പറ്റില്ല. പ്രസിഡൻറ്റിനോടും പഞ്ചായത്ത് മെമ്പറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഓടാൻ സമ്മതിക്കുന്നില്ല, ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അവർ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു. എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ ഒഴിവായി. CPM മെമ്പറാണ്. അപ്പോൾ അവർ ഒഴിവായിട്ട് ഞാൻ പിന്നെയും ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ പിന്നെയും വണ്ടി കൊണ്ടുവച്ച് പിന്നെ ഒരു പാട് ചോദിച്ചു, നിനക്ക് ഇവിടുന്ന് ഓടാൻ പറ്റില്ല, പിന്നെ ലൈനിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഇവരെന്ത് പണിയെടുത്ത് വന്നിട്ട് ചാവി ഊരിയെടുത്തിട്ട് എന്നെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തിട്ടിട്ട് ഇവർ വണ്ടി ഉന്തി സൈഡാക്കി വെച്ചു. സ്റ്റാൻഡിൽ നിന്ന് ക്യൂന്ന് സൈഡാക്കി സ്റ്റാൻഡിൻ്റെ ഒരു അറ്റത്തോട്ടാക്കി വെച്ചിട്ട് ഓടണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലോൺ കിട്ടിയ വണ്ടിയാണ്, എനിക്ക് ലോൺ അടക്കണമെങ്കിൽ ഈ വണ്ടി ഓടാണ്ടിരുന്നാൽ എനിക്ക് ലോൺ അടക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഓടിയിരിക്കുന്നു. അപ്പം ഞാൻ വണ്ടി വെച്ച സ്ഥലത്തിൻ്റെ ബാക്കിൽ രമേശ് എന്ന് പറഞ്ഞ ആളെ വണ്ടി ഉണ്ടായി. അയാൾ പറഞ്ഞ, നീ ഉണ്ടെങ്കിലല്ലേ ഇനി വണ്ടി ഓടിക്കുള്ളൂ, നിന്നെ കൊന്നാലോ കിട്ടുന്ന ഒരു പട്ടിയും ചോദിക്കാൻ വരില്ലല്ലോ, പൊലിച്ചീനെ കൊന്നാലൊന്നും ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഷാട്ടാക്കി നേരെ എൻ്റെ മേത്തേക്ക് ഓടിച്ചു കയറ്റി. ഞാൻ ഒഴിഞ്ഞു മാറിയോണ്ട് എൻ്റെ കാലിൻ്റെ മുകളിൽ കൂടി ടയർ കയറിപ്പോയി, കൈക്കും ചെറുങ്ങനെ പറ്റി. പിന്നെ 5 ദിവസം ആശുപത്രിയിലായിരുന്നു. Response to her becoming an auto driver included tearing of the hood of her auto rickshaw, salt thrown into the petrol tank, being run over by a fellow auto rickshaw worker, her auto rickshaw being burned, caste-based abuses and calumnies regarding her character. The perpetrators roam around with very little or no punishment, while Chitralekha continues to be persecuted for her courage to pursue her right to a dignified livelihood. കേസുമായിട്ട് കുറേ തളിപ്പറമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി വന്നിട്ടുണ്ട്. പിന്നെ ആകെ മാനസികമായിട്ട് ആകെ തളർന്നു, വണ്ടി ഓടിക്കാൻ പോകാത്ത അവസ്ഥ തന്നെയായി. പിന്നെ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അത്യാവശ്യം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് വീട്ടിൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും വിളിച്ചാൽ പിന്നെ പോവും. അങ്ങനെ അറിയുന്ന ആൾക്കാരെങ്കിലും വിളിച്ചാൽ പോവും, പിന്നെ തിരിച്ച് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരും. സ്റ്റാൻഡിൽ പോയി ഓടലില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് 2 മാസം അങ്ങനെ ഉന്തിത്തള്ളി പോയി ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി എൻ്റെ വീട്ടിൻ്റെ കുറച്ച് താഴായിട്ടാണ് വെക്കൽ. ഇവിടെ വഴിയില്ല നമുക്ക് ഇങ്ങോട്ട് വരെ. അപ്പോൾ ആടെ വണ്ടി വെച്ച് രാത്രി അനിയത്തിൻ്റെ വീട്ടിൽ പോയി. അനിയത്തിൻ്റെ വീട് വള്ളുവ കോളനിയിലാണ്. അവിടെ പോയി വന്നിട്ട് വണ്ടി അവിടെ നിർത്തി 9 മണിയാകുമ്പോഴത്തേക്ക് വന്നിന്. അവിടെ വണ്ടി നിർത്തി നമ്മൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണവും കഴിച്ച് കിടന്ന് ഒരു 12:30 ആകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഒച്ച കേട്ടിട്ട് എണീച്ച് നോക്കിയാണ്. അപ്പോൾ ഉണ്ട് വണ്ടി നിന്ന് കത്തുന്നു. ഈ ഓട്ടോറിക്ഷ കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതും ഓട്ടോറിക്ഷ കത്തിച്ചു എന്നുള്ളതിന് കേസിന്റെ വിചാരണ അടുത്തടുത്തായിരുന്നു. തലശ്ശേരി സെഷൻസ് കോർട്ടിൽ നിന്നാണ് വിചാരണ. ഇവര് 4 വക്കീലന്മാരാ. നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടർ, നമ്മൾ സാക്ഷികളാണല്ലോ. ഞാൻ വാദിയല്ല, സാക്ഷിയല്ലേ. അപ്പം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എൻ്റെ പേരും കാര്യങ്ങളും ചോദിച്ച് അവിടെ സീറ്റിൽ
ഇരുന്നു. ഇപ്പോൾ പിന്നെ ചോദിക്കുന്ന എതിർഭാഗം വക്കീലന്മാരാ. 4 വക്കീലന്മാരുണ്ട്. ഇവർ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു, നിങ്ങളുടെ അമ്മ എത്ര കല്യാണം കഴിച്ചു, പിന്നെ നിങ്ങളെ കുട്ടികളുടെ അച്ഛൻ്റെ പേരെന്ത്, പിന്നെ നിങ്ങളെ അച്ഛൻ്റെ പേരെന്ത്, നിങ്ങളെ അച്ഛൻ്റെ ജാതി എന്ത്, പിന്നെ അമ്മേൻ്റെ ജാതി എന്ത്, ഇങ്ങനെ കുറേ നിങ്ങൾ വണ്ടിയിൽ കയറുന്നത് പുരുഷന്മാരായ യാത്രക്കാരും ആണല്ലോ കൂടുതലും കയറുന്നത്. ഇതെല്ലാം ചോദിക്കുന്നത്. കേസ് സംബന്ധമായ ഒരു വിഷയവും ഈ വക്കീലന്മാർ ചോദിക്കുന്നില്ല, എതിർഭാഗം വക്കീൽ. ഇതെല്ലാം കേട്ട് PP മിണ്ടാണ്ട് അടി ഇവർക്ക് അനുകൂലമായിട്ട്. അവസാനം ഞാൻ കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിനോട് തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ കേസ് തന്നത്. എൻ്റെ വണ്ടി കത്തിച്ചതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കേസാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ജഡ്ജ് അങ്ങനത്തെ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞ് വിലക്കി. ഇത് ഞാൻ PP-നോട് കോടതി കഴിഞ്ഞിട്ട് PP-നോട് ഞാൻ ചോദിച്ചു, ഇത് കേസ് സംബന്ധമായ കാര്യങ്ങളല്ലേ ചോദിക്കേണ്ടത്, ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അന്നേരം പറഞ്ഞു, നിങ്ങൾ അഭിസാരികയാക്കി ചിത്രീകരിക്കാനുള്ള സംഭവമാണ് നടന്നത്, പിന്നെ അഭിസാരികളെ മൊഴി കോടതി എടുക്കൂല, അതുകൊണ്ട് അങ്ങനെ കേസിന്ന് അവർക്ക് ഊരിപ്പോരാൻ പറ്റും. അതിനൊന്നും PP എന്നിട്ട് ഈ വിചാരണ സംഭവം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് PP പറയാ കേസ് കോംപ്രമൈസ് ചെയ്യണം. അവർ പറയുന്നുണ്ട് പുതിയ വണ്ടി മേടിച്ചു തരാം, കോംപ്രമൈസ് ആക്കണം. വിചാരണ ഇത്രയും ഞാൻ തന്നില്ലേ, ഇനി ഇതുപോലെ തന്നെ അങ്ങ് പോട്ടെ, ഇപ്പം എനിക്ക് വണ്ടി വേണ്ടെന്ന്. PP പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. കൊലയും സാക്ഷി പറയാൻ പാടില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സാക്ഷി പറഞ്ഞുകൂടാ, പിന്നെ ആങ്ങള ഇങ്ങനെ ബന്ധുക്കൾ സാക്ഷി പറഞ്ഞാൽ അത് എടുക്കൂല, കോടതി എടുക്കൂല. അപ്പോൾ ഭാര്യനെ വെട്ടിക്കൊല്ലുന്നത് കണ്ട ഭർത്താവ് സാക്ഷി പറഞ്ഞാൽ അത് കോടതി മുഖാന്തരം എടുക്കൂലേ? അല്ലേ പിന്നെ ഇതുപോലെ വേറെന്തെങ്കിലും സംഭവത്തിൽ ഒരു മകനോ മകളോ അല്ലേ ബന്ധുക്കൾ ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ അത് കോടതിക്ക് എടുക്കാൻ പറ്റൂലേ? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, 1.5 മാസം കഴിഞ്ഞിട്ട് ഇവർ കരുതിക്കൂട്ടി പാർട്ടിക്കാരും ഇവരും കൂടി വന്ന് അജിത്ത്, സതീശൻ, എന്ന് വെച്ചാൽ SC/ST നട്ടാൽ കേസ് പെട്ടെന്ന് ഒഴിവാവാന്നുള്ള കണക്കാക്കിയിട്ടാണ് സമുദായത്തിൽ നിന്ന് ഇല്ല ആളെ കൂട്ടുന്നത്. അത് പിന്നെയും കുറേ ഗുണ്ടയായിട്ട് ഈ എല്ലാ കാശിന് വെട്ടാൻ പോകുന്ന ആൾക്കാരെ വന്നതെന്ന്. അവർ വന്ന് നമുക്കന്ന് കറണ്ടും വെളിച്ചമൊന്നുമില്ല, ആകെ ഒരു ഇവിടെ ഒരു റാന്തൽ വിളക്കും പിന്നെ ആകെയുള്ള ഒരു ടോർച്ച് വന്നു. അപ്പോൾ അന്യത്തിൻ്റെ ഭർത്താവ് സംഭവം പുറത്തുനിന്ന് അറിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങളെ വീട്ടിൽ കയറി ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം, ഞാൻ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഒന്നുകിൽ വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് വർത്താനം പറഞ്ഞ് ഇരുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഈ നമ്മുടെ വീട്ടിൻ്റെ ആ തെങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സംഭവം വെട്ട് വീണ് കഴിഞ്ഞു. എനക്ക് വേറെ റിസൾട്ട് കിട്ടി, ഇങ്ങനെ തല്ലാൻ വരുന്നുണ്ട് ഇവരാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവരെ അടുത്ത് വന്ന് നിന്നിട്ട് ഇവനെ ശ്രീശ്രീകാന്തിനെ കൊല്ലാൻ വന്നാണ്. അപ്പം ഞാൻ മുമ്പോട്ട് പോയി, ഓനാന്ന് വിചാരിച്ച് ഇരുട്ടത്തിൻ്റെ മറവിന്ന് ഞാൻ പിടിക്കാൻ പോയ നാളെ. അപ്പോൾ ഓനാന്ന് വിചാരിച്ച് ഞാനാന്നറിഞ്ഞിട്ട് അവർ ഇങ്ങനെ പോയി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഒരു 2 ആൾ ഇടക്കുന്ന് വന്നിട്ട് കുത്തിപ്പാടുണ്ട്, ആള് മാറി കുത്തിയാണ്. ഇല്ലെങ്കിൽ അന്ന് കൊത്തി കൊല്ലന്നെ ചെയ്യും. അപ്പം ഞാൻ ആന്ന് അറിഞ്ഞുകൊണ്ട് പിടിക്കാൻ പോയോണ്ട് കൊത്ത് കിട്ടിയിട്ട് വേഗം അവർ ഓടിയത്. In 19th century onwards, the southern part of Kerala witnessed tremendous movements which questioned oppressive caste system
led by the great leaders like Ayyankali, Poigai Lappachan, Pambadi John Joseph, like many others. The legacy of those struggles still continues in the southern part, while the northern part remained intact for all these years without hardly any such struggles which question the very structure of the caste. That's why the Dalits in Malabar region not only discriminated, but they are invisible in public life. We should read the issue of Chitralega in this context. The latest in this string of harassments was on the 20th of January 2010, when at the behest of other auto drivers, she was beaten up and detained in Payyanur police station, Kannur, for an entire day for an alleged petty offence, followed by another round of libelous and slanderous calumnies through the local media. വയസ്സുള്ള മകനാണ്. മകന്റെ കണ്ണിൽ തേനീച്ച കുത്തിയിട്ട് അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി ചിത്രലേഖയും ഭർത്താവും മകനും അവരുടെ ആങ്ങളെയും കൂടിയാണ് ഓട്ടോയിൽ പെരുമ്പാ മെഡിക്കൽസ് എന്ന് പറയുന്ന ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ പോകുന്നത്. ആ പെരുമ്പാ മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ട് ഭർത്താവ്, ചിത്രലേഖയാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്, ഭർത്താവ് മെഡിക്കൽ സ്റ്റോറിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത്, മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നു, വണ്ടി എടുത്ത് മാറ്റി നായിന്റെ മോളെ എന്ന് പറയുന്നു. അപ്പോൾ ചിത്രലേഖയുടെ ഓട്ടോ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് PM രജിസ്ട്രേഷനുള്ള ഓട്ടോയാണ്. PM രജിസ്ട്രേഷൻ മീൻസ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷനുള്ള ഒരു ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയ്ക്ക് പയ്യന്നൂർ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള അവകാശമുള്ള ഒരു ഓട്ടോറിക്ഷയുടെ ഡ്രൈവറോടാണ് പറയുന്നത്, വണ്ടി എടുത്ത് മാറ്റും അതിൻ്റെ മോളെ. അപ്പം ചിത്രലേഖ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാൻ പോകുന്നതാണ്, ഇപ്പം തന്നെ മാറ്റും എന്ന് പറഞ്ഞ് പിന്നെ സാധാരണഗതിയിലുള്ള അതിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ആളുകൾ കൂടുകയും അതുവഴി പോലീസ് വന്നു. ചിത്രലേഖയെ പോലീസ് ജീപ്പിലേക്ക് വലിച്ച് ഇടുകയും ജീപ്പിനുള്ളിൽ വെച്ചിട്ട് യൂണിയൻകാര് മർദ്ദിക്കുകയുണ്ടായി. രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് രാവിലെ 9:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ചിത്രലേഖയെ അവിടെ വെച്ചിട്ട് വീണ്ടും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. മകനെ വിളിച്ചിട്ട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിന്റെ കണ്ണിന് എന്ത് പറ്റിയതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അമ്മ മദ്യപിക്കുന്ന ഒരാളാണ്, നിന്റെ അമ്മ മോശമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറയുന്നുണ്ട്. ഇതില് വ്യക്തമായിട്ട് ചിത്രലേഖയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ചിത്രലേഖ മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണെന്നും ശ്രീഷ്കാന്ത് മദ്യപിച്ച് ഓട്ടോ ഓടിക്കുന്ന ഒരാളാണെന്നും ഒക്കെയുള്ള വേർഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണെന്നുള്ളതാണ്. പല പ്രാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മൾ വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറുന്നത്. അടിയില്ല, ഇടിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവന് നല്ല വെള്ളാന്ന് മനസ്സിലായി. ഇവർക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ ഇവനോട് പറഞ്ഞൊരു കാരണവശാലും അതിൻ്റെ വെക്കാൻ പാടില്ല. മാത്രമല്ല ഇവൻ ഓട്ടോ മുമ്പിലുള്ള ഓട്ടോ ഇവൻ നീക്കിയാലേ ക്യൂസിസ്റ്റാണ്, പുറകിലെ ഓട്ടോന് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവനോട് പറയുമ്പോൾ ഇവനായിട്ടുണ്ടോ ഒരു വർത്താനായിട്ടാണ് ഈ ഒച്ചപ്പാടും ബഹളമായത്. അങ്ങനെ ഇവിടുന്ന് വനിതാ പോലീസ് പോയി. പിന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, അഡീഷണൽ SI ഉണ്ടായിരുന്നു. ഇവരവരോട് പറഞ്ഞ് ജീപ്പിൽ കയറി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കണം. ഇവർ കുറച്ച് വയലൻ്റായിട്ടായിരുന്നു ഇവരുമായിട്ട് പോലീസുമായിട്ട് ആയി. നേരെ കൂട്ടി സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് സംഭവം പറഞ്ഞു, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ജോലിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴുള്ള ആ ഒരു ഇത് അവര് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പം, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ ഇവർക്ക് ഏറ്റവും കൂടുതൽ അഴിച്ചിടാവുന്ന ഒരു പ്രചാരണമാണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. മദ്യപിക്കുക, പിന്നെ വ്യഭിചാരം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വണ്ടി ഓടുന്നതിനുള്ള യൂണിയൻകാർ നമ്മൾ ഓടാണ്ടാക്കേണ്ട പരിപാടി എടുത്താണ്. യൂണിയനും പാർട്ടിയും പോലീസും എല്ലാം കൂടി ഒത്തുപിടിച്ച് അന്ന് ചെയ്തതാണ്. മദ്യപിച്ചെന്നെല്ലാം വെറുതെ പറയുന്നതാണ്, പണ്ടേ പറയുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഓട്ടോറിക്ഷക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ കണ്ണൂർ ജില്ലയിലെ ഒരു സ്റ്റാൻഡ് പയ്യന്നൂരാണ്. ഏകദേശം 2000-ൽ മേലെ ഓട്ടോറിക്ഷകൾ. അപ്പം ഇത് എപ്പോഴും ബ്ലോക്കും ഇവർ തന്നെ. അപ്പോൾ ഇവർക്കൊരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു സംയുക്ത യൂണിയനാണ്. അതിൽ INTUC, BMS,
CIT എല്ലാവരും കൂടെ ഒരു യൂണിയൻ, ഒരു സംയുക്ത യൂണിയൻ. അപ്പോൾ ഈ യൂണിയൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലീസിന് ഒരുപാട് ഗുണമാണ്. ഓട്ടോ കോച്ച് 20-ാം തീയതി നമ്മൾ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പ് മുന്നിൽ വണ്ടി നിർത്തിയതാണ് സംഭവത്തിന് കാരണം. പിന്നെ ട്രാക്കിൽ വണ്ടി വെച്ച് ട്രാക്കിലെന്ന് പറഞ്ഞാൽ ട്രാക്കിൽ ഒരു സൈഡിലാണ് വണ്ടി വെക്കുന്നത്. പിന്നെ മുന്നിൽ ഇഷ്ടംപോലെ വണ്ടി വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അന്നേരത്ത് ബാക്കിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഡ്രൈവർ നമ്മളോട് വണ്ടി എടുത്ത് മാറ്റി നായിൻ്റെ മോളെ. അപ്പോൾ ഭർത്താവ് മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കാൻ പോയായിരുന്നു. അപ്പം മോനും തേനീച്ച കുത്തിയിട്ട് കണ്ണ് ഭയങ്കരമായിട്ട് വീങ്ങി വന്നതുകൊണ്ടാണ് മരുന്ന് മേടിക്കാൻ പോയത്. മരുന്ന് മേടിക്കാൻ അവർ വന്നു, പിന്നെ ആളുകൾ നല്ല ബോധത്തോടു കൂടിയാണോ മരുന്ന് മേടിക്കാൻ വന്നത്, അതോ മോശമായിട്ട് എന്തെങ്കിലും തോന്നിയോ? അത് മോശമായിട്ട് നിങ്ങളായിട്ട് സംസാരിച്ചോ? അയാൾ മരുന്നിന്റെ പേര് പറഞ്ഞു എന്ത് മരുന്നാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? What medicine? It is a dealer. ഇവര് വണ്ടി മാറ്റാൻ പറഞ്ഞ് ഞാൻ പോന്നാന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഓടാൻ വന്നതല്ല, നമ്മൾ പോന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെയും അവിടുന്ന് വർത്താനം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഇവർ CITUവിൻ്റെ യൂണിയൻ സെക്രട്ടറി എത്തിയിട്ട് പോലീസിനെ വിളിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ആൾക്കാർ വളഞ്ഞു. പിന്നെ വളഞ്ഞ് നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല. പോലീസുകാർ നമ്മളെ പിടിച്ച് ജീപ്പിൽ കയറ്റാൻ നോക്കി, എന്നെയും ഭർത്താവിനെ. ഞാൻ പോലീസുകാരോട് സംഭവം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സംഭവം ആളെ കാണിച്ചു തരാം, അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിടത്ത് പോലീസുകാർ ഒന്നും ചെയ്യാണ്ട് നോക്കിയിരുന്നത്. അപ്പോൾ യൂണിയൻ സെക്രട്ടറി അപ്പോഴത്തേക്ക് കുറേ റോഡ് ബ്ലോക്കാക്കി ആൾക്കാർ വളഞ്ഞിന് കുറേ ആൾക്കാരുണ്ടായി. ആടെയില്ല CITUവിൻ്റെ തന്നെ വേറെ യൂണിയൻകാരുണ്ട്, പിന്നെ മറ്റേ ചുമട്ട് തൊഴിലാളിക്കാർ, ഓട്ടോറിക്ഷക്കാർ, അല്ലാത്ത ആൾക്കാർ എല്ലാവരും കുറേ ഉണ്ട്. യൂണിയൻ സെക്രട്ടറി KV ചന്ദ്രനാണ് പോലീസ് ജീപ്പിൻ്റെ ഉള്ളിൽ നമ്മളെ തല്ലുന്നത്. അപ്പോൾ അതിന് പിന്നെ പെട്രോൾ ഒഴിച്ച് ഇപ്പം നിന്നെ നിന്റെ ഭർത്താവിന് വണ്ടിയെല്ലാം ഇപ്പോൾ ഇവിടുന്ന് കത്തിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം പോലീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസ് എന്നിട്ട് നമ്മളെ പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള തിടുക്കം കാണിച്ചു. അപ്പം നമ്മൾ കാരണം അടിക്കാൻ വന്നപ്പം കാരണം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് അവർ പിന്നെ അടിച്ച് നമ്മളെ ജീപ്പിൽ ഉന്തിക്കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്നും അടിച്ചു. കാലിനെല്ലാം ബൂട്ടിട്ട് ചവിട്ടി, അടിവയറ്റ് ചവിട്ടി, ബ്ലീഡിങ്ങിലായിട്ട് ആശുപത്രിയിലായിരുന്നു. അവിടെ ചെല്ലുമ്പോ ഏതവസ്ഥയല്ല കാണുന്നത്? അവിടെ പോയിരുന്നു അപ്പൊ അവര് ഏതവസ്ഥയല്ല അല്ലാതെ ഇങ്ങനെ ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയും, ഇങ്ങനെ ഒരു മെന്റായിട്ട് അതെന്തിനാണെന്നുള്ളത് പറഞ്ഞു. എന്തിനാണല്ലോ ഒന്നും അവർ പറയും, ഞങ്ങളോട് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നു. വേറെ അടിക്കും ഒന്നും ഉണ്ടായില്ല, അങ്ങനെ സംഭവം ഉണ്ടായില്ല. സ്ത്രീകളെ സഹായിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി തന്നെ. ഇതിനെപ്പോഴും ഒരു ലീഡർഷിപ്പ് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ SC മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അയ്യപ്പ മാഷുണ്ട്. മൂപ്പറ ഞാൻ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് വൈകും വരാമെന്ന്. ഞാൻ പറഞ്ഞു അതല്ല, ഇപ്പോൾ തന്നെ ഉടനെ വരണം. അയ്യപ്പ മാഷ് വന്ന് അപ്പോൾ ഈ സമയം മുഴുവൻ ഈ അയ്യപ്പ മാഷ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ ഇവരെന്നെ ശരിക്കും ഇവർ പറയുന്ന അസഭ്യ വാക്കുകൾ മുഴുവൻ ലൗഡ് സ്പീക്കറിലും അയ്യപ്പ മാഷ് കണ്ണൂരിലെ അയ്യപ്പ മാഷ് കേൾക്കുന്നുണ്ട്. ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ സ്വാധീനത്തിൽ ഇതായിട്ട് അതിൻ്റെ പിന്നിലേറെ ശക്തമായിരുന്ന PK ശ്രീമതിയും MP ഗോവിന്ദ മാഷൊക്കെ ഇപ്പോൾ ഉള്ള ആളുകളാണ്. മനസ്സിലായോ? അവരാണ് പിന്നെ കളിച്ചത്, ശരിക്കും കളിച്ചത്. അവർ പരസ്യമായ അവസാനം രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഞാൻ പിന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളും പോലീസ് അസോസിയേഷനും സംസാരിച്ച് നിരന്തരമായി സംസാരിച്ച് അവരുടെ ഒരു അനുകൂല നിലപാട് ഇതിനകത്ത് ഉണ്ടാക്കിയ ശേഷമാണ് ചിത്രലേഖയുടെ ജീവൻ ഇന്നത്തെ അവസ്ഥയിൽ സംരക്ഷിക്കാൻ കഴിയുന്നത്. ശ്രീമതി ടീച്ചർ മന്ത്രി ചിത്രലേഖ എൻ്റെ സഹോദരിയാണ്, അവർക്ക് ഞാൻ സംരക്ഷണം നൽകുമെന്നെല്ലാം പറഞ്ഞിട്ട്
കുറേ പ്രസംഗിച്ചു എടാട്ടുനിന്ന് വണ്ടി കത്തിയ സമയത്ത്. ഇതുവരെ സംരക്ഷണവും കണ്ടിട്ടില്ല, ഉപദ്രവമല്ലാണ്ട് നമ്മളെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചു. വന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല, എന്നിട്ടില്ലേ സംരക്ഷണം നൽകുന്നു. First of all, the field of driving is not one in which women have gotten into yet, and in this sense, Chitralekha and Elizabeth, whom we also met, are pioneers. And the fact that they've met with resistance in this shows both the patriarchal character and the casteist, Brahmanical character of the society, because it's an important issue. I mean that so many occupations have been reserved for decades and centuries for upper castes, so-called upper castes. And now you find that people from the subaltern groups are aspiring to enter them. They should be able to. You should be able to go into any profession, to live anywhere, and to act freely in society as long as you don't harm other people. It's as simple as that. The fact that it's a left union, a CPM union, is another example of how behind and backward the left is, much of the left, organized left is. And I think in spite of its progressive reputation, Kerala also seems backward. There is very little discourse about problems of caste. And it seems that the effect of left hegemony has been to marginalize issues of caste and gender. ചെയ്യാത്ത വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഉണ്ടാക്കുന്നത്. ചെയ്യാത്ത വിഷയങ്ങൾ പയ്യന്നൂർ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത വിഷയങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മാനസിക പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്വേഷിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളെ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം. യൂണിയൻകാർ തന്നെ, ഈ യൂണിയനിൽപ്പെട്ട ആളുകൾ നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരെ പോയിട്ട് കാല് പിടിക്കണം. ഈ ഇതിന് ഇരയായ ആള് അവരെ അംഗീകരിക്കണം. അവരോട് സമസ്താപരാധം ഏറ്റുപറഞ്ഞ് അവരെ കീഴിൽ നിൽക്കണം. അതിന് വയ്യ. നമ്മൾ തെറ്റ് ചെയ്യാണ്ട് അവരെ കാല് പിടിക്കാൻ പോകാൻ നമുക്കാവൂല. രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള തൊഴിലാളികളാണ് അവരെല്ലാം ഇതിന്റെ ഈ വിഷയത്തിൽ തൊഴിലാളികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഓട്ടോ വെൽഫെയർ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ നമ്മളത് തൊഴിലാളിയല്ല, അവരെല്ലാം തൊഴിലാളികൾ. CITUക്കാരെല്ലാം തൊഴിലാളികൾ, പട്ടികജാതിപ്പെട്ട ഞാൻ തൊഴിലാളിയല്ല. I think Chitralekha has become the focal point for a range of political aspirations in Kerala, which is very exciting in the sense that I think this is a strong non-party left, feminist, non-party left feminist political groupings of different sorts who are able to come together so that Chitralekha becomes a symbol of the possibility of a new kind of politics altogether, which we can actually see happening. And it's young, it's vibrant, and it's reflective of the recognition of caste. So it's caste, patriarchy, and left politics which refuses to be held within the discipline of the overwhelming discipline of the CPM. There is a different notion of sexuality, sexual autonomy. It's a broader set of movements which have come together around the figure of this one brave and wonderful young woman. Chitralekha is perhaps the only Dalit woman in Payyanur who has spoken out against her persecution. Others have meekly submitted to the indignities heaped on them or just stopped driving auto rickshaws. This campaign is in the context of the right to livelihood and dignity of thousands of Dalit women workers across Kerala and India.
Thank you.